ഹായ് അപൂർവ. ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? അതോ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നുണ്ടോ? കൊള്ളാം, തൻ്റെ ഈ പോളിസി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏൺ വൈൽ ലേൺ. ഇന്നത്തെ ജനറേഷൻ ആ ഒരു പോളിസി മാതൃകയാക്കേണ്ടതാ. ഡോക്ടർ എന്താ ഇവിടെ? ചുമ്മാ തന്നെ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ആക്ച്വലി തന്നെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമായി. 1 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ സമയമുണ്ടോ? ഒരു കരുക്ക് പറയട്ടെ? വേണ്ട, വാ. അല്ലടോ, പഠനത്തോടൊപ്പം സമ്പാദ്യം എന്നല്ലേ, അല്ലാതെ പഠിത്തം ഉപേക്ഷിച്ചിട്ട് പണിക്ക് പോണം എന്നല്ലല്ലോ. അല്ല, ഇന്നെന്താ കോളേജിൽ പോകാത്ത? കുറച്ച് ദിവസത്തേക്ക് പോണ്ടെന്ന് വെച്ചു. എന്തു പറ്റി? ഓക്കെ, കാരണം എന്താണെന്ന് എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ താൻ കോളേജിൽ പോവാതെ ഇങ്ങനൊരു ജോലിയുമായി എൻഗേജ്ഡ് ആണെന്നുള്ള കാര്യം തൻ്റെ വീട്ടിലറിയില്ലല്ലോ. വിജയങ്ങളിലെ ഞാൻ കണ്ടിരുന്നു. ആളിപ്പോൾ ഹാപ്പിയാ. മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പെർഫെക്റ്റ്ലി ഓക്കെ. പ്രശ്നങ്ങളെല്ലാം സോൾവായി. ഇയാൾ കോളേജിൽ പോയി തുടങ്ങിയെന്നൊക്കെ വലിയ ആവേശത്തോടെ എന്നോട് പറഞ്ഞത്. സോറി, ഞാൻ അല്പം തിരക്കിലാണ്. ഡോക്ടർക്ക് വേറൊന്നും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. വേറൊന്നും സംസാരിക്കാനില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തന്നോട് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും താൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെയർ ചെയ്തേ പറ്റൂ. പ്ലീസ്. എന്താ തൻ്റെ യഥാർത്ഥ പ്രശ്നമൊന്നും, അതുകൊണ്ട് ഇയാൾക്കും ഇയാളുടെ വീട്ടുകാർക്കും ഇടയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. താൻ കരുതും പോലെ ഇതൊന്നും വിജയങ്ങളോ ആൻറ്റിയോ പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത്. മാളുവിന്റെ വീട്ടുകാരായിരിക്കും അല്ലേ? എനിക്ക് മനസ്സിലായി. നോനോ, അവരുമല്ല. മാളുവിൻ്റെ വീട്ടുകാരല്ല, മാളു തന്നെയാ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാളവിക ഒരു മെൻ്റൽ ട്രോമയിലായിരുന്നു. ഇപ്പോഴും ആ കുട്ടി പൂർണ്ണമായും അത് ഓവർകം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. താനുമായി വീണ്ടും അടുക്കാൻ ശ്രമിച്ചതിന് മാളുവിനെ വീട്ടുകാർ വിലക്കിയപ്പോഴുണ്ടായ ഒരു ചെറിയ പിണക്കമാണെന്നാണ് മുരളിയെങ്കിലും അച്യുതേൻ്റെ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അവരുദ്ദേശിച്ചതുപോലെ അത്ര നിസ്സാരമായിരുന്നില്ല കാര്യങ്ങൾ. എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് ലോകത്തോട് മുഴുവൻ പിണങ്ങി തന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ആ ഒരു സ്റ്റേജിലായിരുന്നു മാളു. ഞാൻ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് മാളു എന്നോട് മനസ്സ് തുറക്കാൻ തയ്യാറായത്. മാളവികയുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിനൊപ്പം തന്നെ അപ്പുവിൻ്റെ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടേ പറ്റൂന്ന് എനിക്ക് മനസ്സിലായി. ആ ഉറപ്പ് തൻ്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ, എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അതിനൊരു പരിഹാരമേ ഉള്ളൂ. പക്ഷെ അതാരും സ്വമനസാലെ അംഗീകരിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് വിട്ടേക്ക്. ഡോക്ടർ മാളുവിൻ്റെ പ്രശ്നം പരിഹരിച്ച് എത്രയും വേഗം അവളെ നോർമലാക്കാൻ ശ്രമിക്കും. അവളൊരു പാവ. മാളുവിനെ പോലെ തന്നെ പാവ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അപ്പു. അതുകൊണ്ട് അപ്പുവിൻ്റെ പ്രശ്നവും രമ്യമായി പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പരിഹരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മാളുവിന് പൂർണ്ണമായി ഒരു മടങ്ങിവരവ് സാധ്യമാവൂ. നോക്കപ്പൂ, തൻ്റെ ഈ തീരുമാനം ഒരു തെറ്റായി പോയെന്നോ അതൊരു തോന്നലാണെന്നോ ഒന്നും ഞാൻ പറയില്ല. അതൊരു റിയാലിറ്റി ആണെന്നും അതിന് അപ്പു പറയുന്ന പരിഹാരമാർഗം മാത്രമേ ഉള്ളൂ എന്നും ഉത്തമ ബോധ്യമുള്ളൊരു ഡോക്ടറാണ് ഞാൻ. യെസ്, പൂർണ്ണമായും തൻ്റെ ഭാഗത്താണ് ന്യായം. നീതി കിട്ടേണ്ടതും തനിക്കാണ്. മറ്റുള്ളവരുടെ സങ്കടവും നാണക്കേടും ഒന്നും അതിനേക്കാൾ വലുതല്ല. അതുകൊണ്ട് തന്നെ അപ്പുവിൻ്റെ ഈ തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായി തന്നെ യോജിക്കുന്നു. ഞാൻ മാത്രമല്ല, ഡെയ്സി ടീച്ചറും. മാറി നിന്ന് ഒരു മോറൽ സപ്പോർട്ടും പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോവാനല്ല ഞാൻ അപ്പുവിനെ കാണാൻ വന്നത്. ഇഷ്ടമുള്ളൊരു ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്
തനിക്ക് തൻ്റെ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഒന്നും നഷ്ടപ്പെട്ടുകൂടാ. അവർക്കൊപ്പം ആവണം. അവരും കൂടി ചേർന്ന് വേണം തൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം അപ്പോൾ ജീവിച്ചു തീർക്കാൻ. ഡോക്ടർ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ആവാൻ പോകുന്നില്ല. അതൊക്കെ വെറും ആഗ്രഹങ്ങളായി മാത്രം അവശേഷിക്കും. നോ, ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിലോ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. എനിക്കിതിലെന്താ ലാഭമെന്നായിരിക്കും ഇയാളിപ്പോൾ ചിന്തിക്കുന്നത്. ലാഭം ഇല്ലാതെയൊന്നുമില്ല, ഒരു ചെറിയ ലാഭമുണ്ട് എന്നത് നേരാ. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എങ്ങനെയാപ്പോ ഞാൻ തനിക്ക് തന്ന സപ്പോർട്ട് പോലെ ഈ ചലഞ്ചിൽ താൻ എന്നെ സപ്പോർട്ട് ചെയ്യോ? അത് ഉറപ്പാക്കിയിട്ട് വേണം എനിക്ക് കളത്തിലേക്ക് ഇറങ്ങാൻ. ഉറപ്പിക്കാമല്ലോ അല്ലേ? ഓക്കെ, ഡൺ. താങ്ക് യു ഡിയർ. എന്നാൽ പിന്നെ തന്നെ പണി കിടക്കട്ടെ. സി യു. ഡോക്ടർ. യെസ്. ഡോക്ടർ ഏതായാലും കളത്തിലിറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചോട്ടെ? ഓ ഷുവർ. ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ട സർജറി ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാർ ഏതെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സർജനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറ്റുമോ? പിന്നെന്താ, ഉറപ്പായിട്ടും. താങ്ക് യു ഡോക്ടർ. യു ആർ വെൽക്കം. ആ ഡോക്ടറെ, പിന്നെ ഒരു കാര്യം കൂടി. എന്താടോ? ധൈര്യമായിട്ട് പറ. എന്നെ ഈ വേഷത്തിലും ജോലിയിലും കണ്ട കാര്യം വീട്ടിൽ പറയരുത് പ്ലീസ്. ഓക്കെ, തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഇയാളുടെ ഈ ജോലിയുടെ കാര്യത്തിൽ ഉടനെ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്.